ബിഗ് ബോസ് മലയാളം സീസൺ 6 പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും തിരികെ എത്തുകയാണ്. ഈ വരുന്ന ജൂൺ 8 മുതൽ പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി ആണ് ബിഗ് ബോസിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് 2 പേരെ ബിഗ് ബോസ് റീ എൻട്രിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടില്ല. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂൺ 8 ജൂൺ 8 എല്ലാവരും ബിഗ് ബോസിന്റെ സെറ്റിലെത്തും. 9 ഓരോരുത്തരായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്നതായിരിക്കും. ജൂൺ 10 മുതലായിരിക്കും നമുക്കത് കാണാൻ സാധിക്കുന്നത്. ജൂൺ 15 വരെയുമാണ് ഈ പറയുന്ന പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ജൂൺ 15 എല്ലാവരും ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായിരിക്കും. അന്ന് അവർക്ക് ഡ്രൈ ഡേ ആയിരിക്കും. അതിനുശേഷം ജൂൺ 16 ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ. അപ്പോ ബിഗ് ബോസിന്റെ പഴയ കണ്ടസ്റ്റൻസിന് എല്ലാവരെയും റീ എൻട്രിയുടെ ഭാഗമായിട്ട് ക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് മുന്നേ തന്നെ ഓരോരുത്തരെ വിളിച്ച് ഇപ്പൊ എല്ലാവരെയും വിളിച്ച് പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് 2 കണ്ടസ്റ്റൻസിനെ വിളിച്ചിട്ടില്ല ബിഗ് ബോസ് റീ എൻട്രിക്ക് വേണ്ടി. മറ്റാരുമല്ല, ഒന്ന് റോക്കിയാണ്. അസി റോക്കിയെ ബിഗ് ബോസ് റീ എൻട്രിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടില്ല. വേറൊരു കാരണവുമല്ല, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്നത്. നമുക്കറിയാം, സിജോയെ അത്ര വലിയൊരു ഇടിയാണ് പുള്ളി ഇടിച്ചത്. അതിനോടനുബന്ധിച്ച് സിജോന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ആപത്ത് വരുന്ന രീതിയിലൊരു ആക്രമണമായിരുന്നു അസി റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും റോക്കിയെ വിളിക്കാനായിട്ട് സാധ്യത ഇല്ല എന്നൊരു കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു കണ്ടസ്റ്റന്റിനെയും കൂടി ബിഗ് ബോസ് റീ എൻട്രിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടില്ല. മറ്റാരുമല്ല, നമ്മുടെ സിബിനാണ്. സിബിനെയും ബിഗ് ബോസ് വിളിച്ചിട്ടില്ല. DJ സിബിൻ നമുക്കറിയാം, ബിഗ് ബോസിൽ നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരു വൈൽഡ് കാർഡ് ആയിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയ സിബിൻ ബിഗ് ബോസിനെതിരെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും അതിന്റെ വാലുമ കയറി പിടിച്ച് പഴയ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ നിന്ന് പോയ നമ്മുടെ അഖിൽ മാരാറും അതുപോലുള്ള കുറച്ചുപേര് ഇതിനെ അനുബന്ധിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുകയും ബിഗ് ബോസിന് ഇതിനോടനുബന്ധിച്ച് വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോവുകയും ഈ ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ചില സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും സിബിനെ ബിഗ് ബോസ് വിളിച്ചിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കണം. ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് ഒരുപാടധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും സിബിനെ ബിഗ് ബോസ് കോണ്ടാക്ട് ചെയ്യാത്തത്. നമുക്കറിയില്ല. ഈവൻ ബിഗ് ബോസിൽ നിന്ന് പോയ നമ്മുടെ പൂജ കൃഷ്ണയെ വരെയും ബിഗ് ബോസ് റീ എൻട്രിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ സിബിനെയും റോക്കിയെയും ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കാനായിട്ട് സാധ്യതയുമില്ല. കാരണം ജൂൺ 8 ഇങ്ങ് എത്താറായി. ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇനി ക്ഷണമൊന്നും പോവില്ല. കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. അസി റോക്കിയും അതുപോലെ തന്നെ DJ സിബിനും ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്യുന്നില്ല പഴയ കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത്. എന്തുകൊണ്ടാണ് കാരണങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ അവരുടെ ക്രൂ മെമ്പേഴ്സിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ്. നമുക്കതിനകത്ത് റോളും വോയിസും ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല രീതിയിൽ വരട്ടെ. 5 ദിവസമാണ് ഈ പറയുന്ന പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം 25 പേര് പങ്കെടുത്ത ഒരു സീസൺ ആണിത്. അപ്പോൾ ഒരുപാട് പേർക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനില്ല. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് ഇത്രയും സമയം വേണ്ടി വരും. അവര് 2 ദിവസമൊക്കെ ചിലപ്പോൾ താമസിക്കുകയൊക്കെ ചെയ്യായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന 5 ദിവസം സമയം റീ എൻട്രിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും DJ സിബിനും അസി റോക്കിയും ഇല്ല. ഇവരെ കൊണ്ടുവരണമെന്ന് ബിഗ് ബോസിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് തന്നെ ഇവരെയും കോണ്ടാക്ട് ചെയ്താണ്. കാരണം ഇവരൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരല്ലേ. ഇപ്പൊ DJ സിബിനും കുറെ പ്രോഗ്രാംസ് ഒക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അസി റോക്കിയും ഈ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇവരെയൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വിളിക്കണം. കാരണം ഇവരുടെ ടൈമും ഷെഡ്യൂളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണ്ടേ. അപ്പൊ പെട്ടെന്നൊന്നും ഇവരെ വിളിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഇതുവരെ വിളിക്കാത്തതുകൊണ്ട് ഇനി വിളിക്കുമെന്ന് പ്രതീക്ഷയുമില്ല. ഈ പറയുന്ന നമ്മുടെ DJ സിബിനും അസി റോക്കിയും ബിഗ് ബോസ് മലയാളം സീസൺ 6 വരുന്നില്ല. അത് ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. നമുക്ക് പുതുപുത്തൻ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്